എഴുന്നേൽക്കുന്ന കരങ്ങൾ ഉയർത്തി കരമടിച്ച് വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിയിടാം ദൈവവിജ്ഞാനിയെ ആദിമുന്നതരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിയിടാം ദൈവവിജ്ഞാനിയെ ആദിമുന്നതരെ സർവജനാദരങ്ങളോടും ദൈവത്തെ ആരാധിക്കും. സർവശക്തനായ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായി കടന്നുകൊണ്ടിരിക്കും. അവരെ ആരാധിക്കാം. കണ്ണുകൾ ഈശോയിലേക്ക് നോക്കി തന്റെ ജീവിതത്തെ പൂർണ്ണമായും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കട്ടെ.
കരങ്ങൾ കൂപ്പി കണ്ണുകൾ ഈശോയിലേക്ക് നോക്കി നിന്റെ ജീവിതത്തെ പൂർണ്ണമായും തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കുക. നാം വചനത്തിലൂടെ ശ്രമിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വീണ്ടും വചനം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിച്ചു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയും, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയും. പ്രഭാഷകന്റെ പുസ്തകം 15:20. പാപം ചെയ്യുവാൻ അവിടെ ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. പാപം ചെയ്യുവാൻ അവിടെ ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. പാപം ചെയ്യുവാൻ അനുവാദം കൊടുത്തത് പിശാച്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്ത് പിശാചിന് അടിമപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ രാത്രി തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കും. നിന്റെ ജീവിതത്തിൽ പാപം ചെയ്ത നഷ്ടങ്ങളാണ് സംഭവിച്ചത്. അത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിന്റെ തന്നെ ജീവന്റെ ശത്രുവായി നീ മാറിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ എല്ലാം ഉയർച്ചയ്ക്ക് പകരം തകർച്ചകളാണ് സംഭവിക്കുന്നത്. നീ ആയിരിക്കുന്ന സ്ഥലം അവഗണിക്കപ്പെട്ട അനുഭവമാണ്. നിന്റെ പാപം കാരണം നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എങ്കിൽ ഈ രാത്രി തമ്പുരാന്റെ കരങ്ങൾ കൊടുക്കും. തമ്പുരാനെ നിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കൃപ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തിരിക്കും. ഇരുകരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തിരിക്കും.